ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അസ്മാഉൽ ഹുസ്നയും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാവാം, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയും അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അള്ളാഹുവിൻ്റെ 99 പരിശുദ്ധ നാമങ്ങൾക്ക് അത്ഭുതകരമായ പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ചും ഉറങ്ങുന്നതിന് മുമ്പായി ശുദ്ധിയോടെ ഒഴിഞ്ഞിരുന്ന് ചൊല്ലിയാൽ. ഓരോ ഇസ്മും ഒന്നിലധികം തവണ ചൊല്ലുകയും ഓരോ ഇസ്മിനും മുമ്പ് യാ എന്ന് ചേർക്കുകയും ചെയ്യുക. ഇതിനാൽ ഉറക്കിലും ഉണർച്ചയിലുമായി പല അത്ഭുതങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വുളൂവോടെയും ഖിബിലയ്ക്ക് മുന്നിട്ട് ഇരുന്നും അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമത്തെ അത്യധികം ആദരിച്ചും അതിൽ ചിന്തിച്ചും ഭക്തിയോടെയും ആവണം നമ്മൾ ചെയ്യാൻ. വല്ലവനും യാ അല്ലാഹു യാ ഹുവ എന്ന് എല്ലാ ദിവസവും 1000 തവണ പതിവാക്കിയാൽ അവന് പരിപൂർണ ദൃഢവിശ്വാസം ലഭിക്കുന്നതാണ്. ഇമാം സുഹറവർദി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും വെള്ളിയാഴ്ച നിസ്കാരത്തിന് മുമ്പ് പൂർണ്ണ ശുദ്ധിയിലും വൃത്തിയിലും ഒഴിഞ്ഞിരുന്ന് 200 തവണ ഇത് ചൊല്ലിയാൽ അവൻ്റെ ഉദ്ദേശ്യങ്ങൾ എളുപ്പമാവുന്നതും രോഗിയാണെങ്കിൽ രോഗം സുഖപ്പെടുന്നതുമാണ് എന്ന്. അർ-റഹ്മാൻ റഹീം. റഹ്മാൻ എന്ന വചനം ചുമക്കുകയോ പതിവാക്കുകയോ ചെയ്യുന്നവർക്ക് വെറുക്കപ്പെടുന്ന യാതൊന്നും സംഭവിക്കുകയില്ല. നിസ്കാരത്തിന് ശേഷം ചിന്ത കൊടുത്ത് 100 തവണ ചൊല്ലുന്നവർക്ക് ഹൃദയത്തിൽ നിന്ന് അശ്രദ്ധയും മറവിയും നീങ്ങുന്നതാണ്. അർ-റഹീം എന്ന ഇസ്മ് 100 തവണ പതിവാക്കിയാൽ ഹൃദയത്തിന് നേർമയും സൃഷ്ടികളോട് കരുണയും ഉണ്ടാവുന്നതാണ്. അൽ മലിക് എന്ന ഇസ്മ് എല്ലാ ദിവസവും ഉച്ച സമയത്ത് 100 തവണ ചൊല്ലിയാൽ മനസ്സ് ശുദ്ധിയാകുന്നതും മാനസിക മാലിന്യങ്ങൾ നീങ്ങുന്നതുമാണ്. സുബ്ഹിക്ക് ശേഷം 121 തവണ പതിവാക്കിയാൽ അള്ളാഹു അവനെ ഐശ്വര്യവാനാക്കും. ദിവസവും ഈ ഇസ്മ് 99 തവണ പതിവാക്കിയാൽ അവന് ഇൽമും മഅരിഫത്തും ലഭിക്കുന്നതാണ്. അൽ ഖുദ്ദൂസ്. എല്ലാ ദിവസവും ഈ ഇസ്മ് 1000 തവണയായി 40 ദിവസം ചൊല്ലിയാൽ അവൻ ഉദ്ദേശിക്കുന്ന വിധത്തിലെ ഭിന്നത ഐക്യപ്പെടുന്നതും പ്രപഞ്ചത്തിലെ പല ആസാറുകളും അവന് വെളിപ്പെടുന്നതുമാണ്. അതുപോലെ സലാം എന്ന ഇസ്മ് പതിവാക്കുന്നവർക്ക് ആപത്തുകളും മുസീബത്തുകളും തട്ടുകയില്ല. ഈ ഇസ്മ് 121 തവണ രോഗിക്ക് വേണ്ടി ചൊല്ലി ഊതിയാൽ മരണം അടുത്തിട്ടില്ലാത്ത രോഗിയാണെങ്കിൽ സുഖപ്പെടുന്നതാണ്. അൽ മുഅ്മിനു. ഈ ഇസ്മ് പതിവാക്കുന്നവർക്ക് സംരക്ഷണവും ഈമാനിന് ശക്തിയും ലഭിക്കുന്നതാണ്. ശരീരത്തിനോ സ്വത്തിനോ ഭയമുള്ളവർക്ക് ഇത് 36 തവണ ചൊല്ലിയാൽ സംരക്ഷണം ലഭിക്കുന്നതാണ്. അതുപോലെ അൽ മുഹൈമിനു എന്ന ഇസ്മ് പതിവാക്കുന്നവർക്ക് ആത്മീയ ഉയർച്ചയും അഭിമാനവും നല്ല മനക്കരുത്തും ലഭിക്കും. ഈ ഇസ്മ് കുളിച്ച് നിസ്കരിച്ച് ഒഴിഞ്ഞിരുന്ന് 100 തവണ ചിന്തയോടുകൂടി ചൊല്ലുക. സുഹറവർദി തങ്ങൾ പറയുന്നു, ഇത് പതിവാക്കുന്നവർക്ക് ഹിഫ്ളിന് ശക്തി കിട്ടുകയും മറവി നീങ്ങുകയും ചെയ്യുമെന്ന്. അൽ അസീസ്. അസീസ് എന്ന ഇസ്മ് 40 തവണ 40 ദിവസങ്ങളിലായി ചൊല്ലിയാൽ സൃഷ്ടികളിൽ ഒരാളെയും അവന് ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം അള്ളാഹു അവനെ സഹായിക്കുന്നതും അവന് ഉന്നതി ലഭിക്കുന്നതുമാണ്. ദിവസവും 1000 തവണ തുടർച്ചയായി 7 ദിവസം ചൊല്ലിയാൽ അവൻ്റെ ശത്രു നശിക്കുന്നതാണെന്ന് ഇമാം സുഹ്റവർദി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൽ ജബ്ബാർ എന്ന ഈ ഇസ്മ് രാവിലെയും വൈകുന്നേരവും 21 തവണ ചൊല്ലൽ പതിവാക്കിയാൽ അക്രമികളായ ഭരണാധികാരികളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും യാത്രയിലും അല്ലാത്തപ്പോഴും സംരക്ഷണം ലഭിക്കും. ഈ വീഡിയോയിൽ ഈ ഇസ്മ് വരെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ഇസ്മുകളുടെ പ്രത്യേകതകൾ അറിയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.